അധ്യാത്മരാമായണം സുന്ദരകാന്ഡം 20-ാം ദിവസം. 100 യോജന വിസ്താരമുള്ള സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനായി ഹനുമാൻ ശ്രീരാമപാദം കാരുണികളെ സന്തോഷപൂർവം ധ്യാനിച്ച് അനന്തരം അളവറ്റ കരുത്തോടെ വാനര സമൂഹത്തോട് പറഞ്ഞു: നിങ്ങൾ കണ്ടുകൊള്ളുവിൻ, എൻ്റെ പിതാവായ വായു ഭഗവാനെ പോലെ വളരെ വേഗത്തിൽ ഞാൻ രാക്ഷസ ഭവനത്തിൽ പോകുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രൻ എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മോതിരവും എൻ്റെ ശിരസിലുണ്ട്. അതിനാൽ പെട്ടെന്ന് സമുദ്രം കടക്കാൻ എനിക്ക് കഴിയും. എനിക്ക് തെല്ലും ഭയമില്ല. വാനരന്മാരെ, നിങ്ങൾ ഒട്ടും ദുഃഖിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞ് ഹനുമാൻ തൻ്റെ വാലുയർത്തി കൈകൾ വിരിച്ച് കഴുത്തു നിവർത്തി കാലുകൾ വളച്ച് മേലോട്ട് നോക്കി തൻ്റെ ഹൃദയം രാവണപുരിയായ ലങ്കയിൽ ഉറപ്പിച്ച് ദക്ഷിണ ദിക്കിലേക്ക് നോക്കി ചാടി. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറത്തിച്ചു നിശ്ചലം. വിവരരോടും അമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശ്യനഹമ്മതി ചപലാമംബരേ മാനേന പോകുന്നിതാ. അജതനയതനായ സരസമ അധിക സാഹസാൽ അദ്വൈവ പശ്യാമി രാമപത്നീമഖം. അഖില ജഗതിപനോടു വിരവിലറിയിപ്പിനി ആദ്യം കൃതാർത്ഥനായേൻ കൃതാർത്ഥോ സംയഹം. പ്രണത ജന ബഹുജനന മരണഹരനാമകം പ്രാണ പ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയെ വിരവോടു കടക്കുമാ ജന്മനാക്കി പുനസ്തസ്യ ദൂതോ സംയഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം. തസ്യാങ്കുലീയമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദ്ധി സപതി തരിതും നിങ്ങൾ. കീശപ്രവരരെ ഖേദിയായി ഖേദുമേ പവന തനയനുര ചെയ്തു വാലും നിജ ഏറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവുമാർജവുമാക്കി നിന്നാ കുഞ്ചിതാംഘ്രിയൂർ ഊർധ്വാനയനായി. ദശവദനപുരിയിൽ നിജ ഹൃദയവുമുറപ്പിച്ചു മാലോക്യ ചാടേടിനാൻ.